പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ടായി നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് ഇന്ന് സന്ധ്യയെങ്കിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും ഇപ്രകാരം ദൈവസന്നിധിയിൽ വചന പഠനത്തിനായി വന്നുകൂടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. പ്രത്യേക എല്ലാ പ്രിയമുള്ളവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ ഈ ധരണത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ തുടർമാനമായി നോക്കി വരുന്നത് റോമാലേഖനത്തെക്കുറിച്ചാണ്. റോമാലേഖനത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ചില 2-3 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചത് സുവിശേഷം ദൈവത്തിൻ്റെ സുവിശേഷമാണ്. അത് തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷമാണ്. ദൈവമാണ് അത് പറഞ്ഞ് ആരംഭിച്ചത്. തുടർന്ന് തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം തിരുവെഴുത്തുകളിൽ അത് വാഗ്ദത്തമായി പഴയ നിയമ കാലഘട്ടങ്ങളിൽ സുവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ തൻ്റെ പുത്രൻ്റെ വരവോടുകൂടെയാണ് സുവിശേഷം ലോകത്തിന് വെളിപ്പെട്ട് കിട്ടുവാൻ ഇടയായി തീർന്നത്. നമ്മൾ വായിച്ച ഇല്ലെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പ്രവാചകന്മാർ മുഖാന്തിരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ സുവിശേഷം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നതായിരുന്നു ദൈവത്തിൻ്റെ സുവിശേഷം. പിന്നീട് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പുത്രൻ തന്നെയാണ് ആ സുവിശേഷം എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു, അല്ലേ? തൻ്റെ പുത്രൻ തന്നെയാണ് ആ സുവിശേഷം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോ നമ്മൾ അതിൻ്റെ താഴേക്ക് വീണ്ടും വായിച്ചു വരുമ്പോൾ എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? എന്താ പറയുന്നതെന്ന് അറിയാമോ? വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, പൗലോസ് അല്ലെ, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പോ അപ്പോസ്തലനായ പൗലോസ് ആ തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട സുവിശേഷത്തിന് താൻ ദാസൻ എന്നാണ് പറയുന്നത്. അതിന് അല്പവും കൂടെ ഒരു നല്ലൊരു അർത്ഥം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടാന്നറിയാമോ? ഡൂലോസ് എന്ന പദമാണ്. ഈ ഡൂലോസ് എന്ന പദത്തിന് അടിമ എന്നാണ് അർത്ഥം. അടിമ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് താൻ ഒരു ബോണ്ട് സർവന്റ് ആണ്. താൻ എന്താണ്? അതിന് ദാസനാണ്. താൻ ഒരു ബോണ്ട് സർവന്റ് ആണ്. അപ്പോ ഈ ബോണ്ട് സർവന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുതിയ നിയമ കാലഘട്ടം എടുത്ത് പഠിച്ചാൽ അവിടെ ആ ആദിമ നൂറ്റാണ്ടിലൊക്കെ നമ്മൾ നോക്കിയാൽ അടിമത്വം ഇല്ലെങ്കിൽ അടിമ എന്ന് പറയുന്നത് സർവ്വസാധാരണമായിരുന്നു. നമ്മളത് വേദപുസ്തക ചരിത്ര കാലഘട്ടങ്ങൾ നമ്മൾ നോക്കിയാൽ അടിമകൾ എന്ന് പറയുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ അടിമ വ്യാപാരം, അടിമ സംസ്കാരം ഒക്കെ ഒരു കാലഘട്ടം വരെ ഈ ഭൂമിയിൽ നിലനിന്നിരുന്നു. അപ്പോ ഇവിടെ സുവിശേഷത്തിനായി താൻ ഒരു അടിമ എന്ന നിലയിലാണ് എന്ത് ചെയ്യുന്നത്? സുവിശേഷത്തിന് താൻ ഒരു അടിമയാണ്, ഇല്ലെങ്കിൽ ക്രിസ്തുവിന് താൻ ഒരു അടിമയാണ്. എന്ത്? തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യത്തിന് താൻ ഒരു അടിമയാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. എന്ന് വെച്ചാൽ താൻ അത്രത്തോളം അതിന് സമർപ്പണ വിധേയനാണ്. അത്രത്തോളം താൻ അതിന് മനസ്സോടെ താൻ സേവിക്കുകയാണ്. മനസ്സോടെ താൻ അത്യധ്വാനം ചെയ്യുകയാണ്. മനസ്സോടെ ആ സുവിശേഷത്തിനു വേണ്ടി കഷ്ടം സഹിക്കുകയാണ്. മനസ്സോടെ ആ സുവിശേഷത്തെ താൻ വഹിക്കുകയാണ് എന്ന് തൻ്റെ എഴുത്തുകളിൽ പല ലേഖനങ്ങളിൽ നിന്ന് നമുക്കതെന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ ബോണ്ട് സർവന്റ് എന്ന് പറയുമ്പോൾ നമ്മള് പുറപ്പാട് പുസ്തകം അതിന്റെ 21-ാം അധ്യായം 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ ബോണ്ട് സർവന്റ് എന്ന് പറയുന്നതിന്റെ പൂർണ്ണമായ അർത്ഥം എന്ത് എന്ന് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ഒരു ദാസന് തൻ്റെ അടിമയ്ക്ക് യജമാനൻ എന്ത് ചെയ്യുകയാണ്?
ഒരു ഭാര്യയൊക്കെ കൊടുത്ത്, മാത്രമല്ല 6 സംവത്സരം കഴിഞ്ഞിട്ട് ഈ അടിമയെ ഫ്രീ ആയിട്ട് വിട്ടയക്കണം. അതായത് ദൈവത്തിന്റെ നിയമപ്രകാരം ഈ അടിമയെ സ്തോത്രം ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം, ഇല്ലെങ്കിൽ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. അങ്ങനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ ആ അടിമ പറയുകയാണ്, ഞാൻ എൻ്റെ യജമാനനെ സ്നേഹിക്കുന്നു, യജമാനൻ എനിക്ക് തന്ന ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ആ യജമാനന്റെ ഭവനം വിട്ടുപോകാതെ യജമാനന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടു കൂടെ ശിഷ്ടകാലം ഒരു അടിമയെ പോലെ, ഒരു ദാസനെ പോലെ ജീവിച്ചു കൊള്ളാം എന്ന തീരുമാനത്തിങ്കൽ ആ മനുഷ്യൻ അവനെ കൊണ്ടുപോയി സ്തോത്രം കട്ടളക്കാലിനോട് ചേർത്ത് തൻ്റെ കാത് ചേർത്ത് വെച്ച് എന്ത് ചെയ്യും, തുളയ്ക്കുവാനിടയായി തീരും. പിന്നീട് അവൻ അറിയപ്പെടുന്നത് ദാസൻ എന്ന നിലയിലാണ്. എങ്ങനെയുള്ള ദാസനാണ്? അവൻ തൻ്റെ ശിഷ്ടകാല ജീവിതം മുഴുവനും ആ യജമാനന് അവൻ എന്നേക്കും ഒരു ദാസനായി കൊള്ളാമെന്ന് തൻ്റെ വാമൊഴിയാലും തൻ്റെ തീരുമാനത്താലും അവൻ അത് ഉറപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പൗലോസും അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സുവിശേഷത്തിന് താൻ ഒരു ദാസൻ എന്ന് പറയുമ്പോ താൻ മനസ്സാൽ സ്തോത്രം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മനസ്സാൽ എന്ത് ചെയ്യുകയാണ്? തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇനി ഞാൻ ആ ഭാഗത്തു നിന്നൊക്കെ പോവുകയാണ്. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു സുവിശേഷം എന്താണ്, സുവിശേഷം തൻ്റെ പുത്രനെ കുറിച്ചുള്ളതാണ് എന്ന് നമ്മൾ കണ്ടു. ഇനി ആ ഭാഗത്തേക്ക് വരുമ്പോഴാണ് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ. കണ്ടോ, അവിടെ യേശു കർത്താവിന്റെ വ്യക്തിത്വത്തെ നോക്കിയാൽ അവിടെ 2 നിലകളിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. കണ്ടോ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ. അപ്പോ ജഡം സംബന്ധിച്ച് എന്ത് ചെയ്തു? ദാവീദിന്റെ സന്തതിയായി ജനനം. അടുത്ത ഭാഗത്ത് പറയുന്നു, എന്താ പറയുന്നത്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ. കണ്ടോ, ദൈവപുത്രൻ. അഥവാ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കിയാൽ 100% മനുഷ്യനും 100% ദൈവവുമാണ് ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കേവലം മനുഷ്യനായി നാം ചിന്തിച്ചാൽ അത് വേദപുസ്തക വിപരീതമാണ്. ആമേൻ. അപ്പോൾ തന്നെ നാം ദൈവം മാത്രമായി ചിന്തിച്ചാലോ അതും വേദപുസ്തക വിപരീതമാണ്. നമ്മൾ ഒരേ സമയം യേശു കർത്താവിനെ ദൈവമായും മനുഷ്യനുമായിട്ടാണ് വേദപുസ്തകം എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാൻ കഴിയുന്നത്. വേദപുസ്തകത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണാൻ സാധിക്കുന്നത്. സ്തോത്രം. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് ജഡം സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ തൻ്റെ മനുഷ്യത്വം സംബന്ധിച്ച് അല്ലെ, യേശു കർത്താവിന്റെ ജനനം അല്ലെ. സ്തോത്രം. അവിടെ നമ്മൾ യേശു കർത്താവിന്റെ മനുഷ്യത്വത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. സ്തോത്രം. ദൈവപുത്രനായ ക്രിസ്തു എന്താ ചെയ്തതെന്ന് അറിയാമോ? സ്തോത്രം. താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചു കൊള്ളാതെ വേഷത്തിൽ മനുഷ്യനായി എന്ത് ചെയ്തു? ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എങ്ങനെ? സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വരുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? പാപത്തിൽ കുളിച്ച എന്ന് വെച്ചാൽ
പാപിയായ സകല മനുഷ്യവർഗത്തിൻ്റെയും പ്രതിനിധിയായി മാറാൻ. സ്തോത്രം. പാപിയായ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായി മാറുകയാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവേഷമെടുത്തതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണാൻ സാധിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ മനുഷ്യത്വം സമ്പൂർണവുമാണ്, അത് പാപരഹിതവുമാണ് കേട്ടോ. സ്തോത്രം. മനുഷ്യവേഷം എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അവന്റെ മനുഷ്യത്വം സമ്പൂർണവുമാണ്, പാപരഹിതവുമാണ്. ആരുടേത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതരണം, ഇല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്ക്, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. കണ്ടോ? അപ്പോ ഇവിടെ കാണാൻ കഴിയുന്ന മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. മനുഷ്യൻ ദൈവമായതല്ല സുവിശേഷം. മനുഷ്യൻ ദൈവമായതല്ല സുവിശേഷം. പിന്നെ എന്താണ്? ദൈവം മനുഷ്യനായി. ദൈവം മനുഷ്യനായി കേട്ടോ. ഇത് ഈ ഉലകത്തിൽ മറ്റ് ആർക്കും പറയാൻ കഴിയില്ല, മറ്റൊരിടത്തും പറയാൻ കഴിയില്ല. സ്തോത്രം. എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ, എല്ലാ സ്ഥലത്തും നമ്മൾ നോക്കിയാൽ, എല്ലാ മതങ്ങളിലേക്കും എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ, ആമേൻ, സ്തോത്രം, മനുഷ്യൻ ദൈവമായതേ കാണാൻ കഴിയുന്നുള്ളെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? സുവിശേഷം പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനായി. ഇവിടത്തെ ലോകവും മറ്റ് സംഹിതകളെല്ലാം മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ ദൈവമായിരുന്നവൻ മനുഷ്യനായി. സ്തോത്രം. നമ്മൾ മുൻപ് കണ്ടു, സ്വർഗമഹിമകളെ വെടിഞ്ഞ് താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്താ? സ്തോത്രം. ഈ പാപത്തിൽ കുളിച്ച, പാപത്തിന്റെ അഗാധതയിൽ കിടന്ന, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കുമെന്ന ചോദ്യത്തിൽ നമ്മുടെ അരിമനാഥനായ കർത്താവ് ഈ താണ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. എന്ന് വച്ചാൽ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ. സ്തോത്രം. എന്ന് വെച്ചാൽ ആമേൻ, മനുഷ്യന്റെ വിടുതലിനു വേണ്ടി മനുഷ്യനും ദൈവവുമായിട്ടുള്ള അന്തരം നിലനിൽക്കുകയാണ്. ആ അന്തരത്തിൽ നിന്നുകൊണ്ടല്ല ദൈവം നമ്മെ വിടുവിച്ചത്. പിന്നെയോ സ്വർഗമഹിമകളൊക്കെ വെടിഞ്ഞ് നമ്മെ പോലെയായി കേട്ടോ. സ്തോത്രം. നമ്മെ പോലെ, നമ്മിൽ ഒരുവനെ പോലെ അവനായിത്തീർന്നു. സ്തോത്രം. അതെത്ര വലിയ കാര്യമാ പ്രിയമുള്ളവരെ. സ്തോത്രം. നമ്മെ പോലെ അവൻ ഈ ഭൂമിയിൽ വന്നെന്ന്, നമ്മെ പോലെ ഈ ഭൂമിയിൽ അവനായെന്ന്. സ്തോത്രം. നമ്മിൽ ഒരുവനെ പോലെ തൻ്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെയായി. ഇത് ഏത് ദൈവത്തിന് കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അരിമനാഥനായ കർത്താവേ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനു വേണ്ടി മനുഷ്യനായി അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നന്ദിയോടെ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? നമ്മുടെ കർത്താവ് നമ്മെ നേടാൻ, നമ്മെ അമേൻ സ്തോത്രം നിത്യതയിൽ എത്തിക്കാൻ, നമുക്ക് നിത്യജീവൻ പകരാൻ, നമ്മുടെ അകത്ത് അമേൻ നിത്യമായ വെളിച്ചം ഇട്ടു തരാൻ, ഇരുട്ട് വ്യാപരിച്ച നമ്മുടെ അകത്ത് വെളിച്ചം പകരാൻ നമ്മുടെ കർത്താവ് സ്വർഗമഹിമകളെയൊക്കെ വെടിഞ്ഞിട്ട് ഈ താണ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? അവൻ
ഇറങ്ങി വന്നു. സ്തോത്രം. നമ്മള് അതൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാൻ ഇടയായി തീരണം. നമ്മുടെ കർത്താവ് നമ്മെ പോലെയായി. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മെ പോലെ നമ്മുടെ അടുക്കലേക്ക് വേഷത്തിൽ മനുഷ്യനായി അവൻ ഇറങ്ങി വരാനിടയായി തീർന്നു കേട്ടോ. അപ്പോ നമ്മള് യേശു കർത്താവിന്റെ മനുഷ്യത്വം സംബന്ധിച്ച് ചില ഭാഗങ്ങൾ നമ്മളൊന്ന് നോക്കാൻ പോവുക. സ്തോത്രം. യേശു കർത്താവിന്റെ ജനനം ഇല്ലെങ്കിൽ യേശു കർത്താവിന്റെ മനുഷ്യത്വം, നമ്മൾ അതിനുശേഷമാണ് തൻ്റെ ദൈവത്വം എന്നുള്ള ഭാഗം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇവിടെ നമ്മൾ നോക്കിയാൽ തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, തൻ്റെ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട്, തൻ്റെ പുത്രന്റെ വരവിനെ കുറിച്ചുള്ള അറിയിപ്പ്, ഇത് ദൈവം ആദിയിൽ ആദമിനോടും ഹവ്വയോടും പറയാനിടയായി തീർന്നു അല്ലെ. അവരെ പാപം ചെയ്ത് സ്തോത്രം അവർക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ തന്നെ, അവരെ ഏദനിൽ നിന്ന് പുറത്താക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് പറയാനിടയായി തീർന്നു അല്ലെ. സ്തോത്രം. അപ്പോ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, തൻ്റെ പുത്രനെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? സ്ത്രീയുടെ സന്തതി അല്ലെ, സ്ത്രീയുടെ സന്തതി. അപ്പോ ഇനി തുടർന്ന് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുക്കുക. ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്യുകയാണ്? തെരഞ്ഞെടുക്കുക. അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുകയിൽ അവിടെ സ്തോത്രം തൻ്റെ സന്തതി എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു കിട്ടി. എന്താണ്? അബ്രഹാമ്യ സന്തതി ആയിരിക്കും, അഥവാ യഹൂദനിൽ നിന്നായിരിക്കും തൻ്റെ പുത്രൻ വെളിപ്പെടാൻ പോകുന്നത്, തൻ്റെ പുത്രൻ ജനനമെടുക്കാൻ പോകുന്നത്. അപ്പോ യഹൂദന്മാരിൽ നിന്നാണ് എന്ന് അബ്രഹാമിന്റെ വാഗ്ദത്തത്തോടുകൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് മുൻപോട്ട് വരുമ്പോ പിന്നീട് തൻ്റെ പുത്രന്റെ വരവിനെ കുറിച്ചുള്ള വാഗ്ദത്തം അറിയിക്കുമ്പോൾ കുറച്ചുകൂടെ അതിനകത്തൊരു വ്യക്തത ലഭിക്കുകയാണ്. എവിടെ നിന്നാണ്? അവൻ സ്ത്രീയുടെ സന്തതിയായി വരിക മാത്രമല്ല, അവൻ അബ്രഹാമ്യ സന്തതിയായിരിക്കുക മാത്രമല്ല, അവൻ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് അവൻ ജനിക്കുന്നത്. അവൻ ഏത് ഗോത്രത്തിൽ നിന്നാണ് ജനിക്കുന്നത്? യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ജനിക്കുന്നത്. തുടർന്ന് അല്പവും കൂടെ മുമ്പോട്ട് വരുമ്പോ ദൈവം ദാവീദിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ അവനോട് പറയുകയാണ് എന്താണ്? നിന്റെ സന്തതി അല്ലെ. സ്തോത്രം. അപ്പോ ദാവീദിന്റെ വംശത്തിൽ നിന്നായിരിക്കും തൻ്റെ പുത്രൻ, അഥവാ വാഗ്ദത്ത മശിഹ, വീണ്ടെടുപ്പുകാരൻ, ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവൻ, ലോകത്തെ വീണ്ടെടുക്കുവാനുള്ളവൻ, ആമേൻ, സർവ്വജാതികളും അനുഗ്രഹിക്കപ്പെടുവാനുള്ളവൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീയുടെ സന്തതിയായി ജനിക്കുമെന്ന് പറയുന്നു. പിന്നീട് വരുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയായി, അഥവാ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുമെന്ന് പറയുന്നു. പിന്നീട് വരുമ്പോൾ അത് യഹൂദ ഗോത്രത്തിൽ നിന്നായിരിക്കുമെന്ന് പറയുന്നു. പിന്നീട് വരുമ്പോഴാണ് അത് ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് യേശുവിന്റെ ജനനം എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ യേശു കർത്താവ് ഇല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരൻ മശിഹ വരുമെന്ന് യഹൂദന്മാർക്ക് നിശ്ചയമുള്ള ഒരു കാര്യമാണ്, യഹൂദന്മാർക്ക് അറിവുള്ള ഒരു കാര്യമാണ് അല്ലെ. അവർ അതിൽ വിശ്വസിച്ചിരുന്നു, അവർ അതിൽ എന്ത് ചെയ്തിരുന്നു? പ്രത്യാശിച്ചിരുന്നു. യേശു കർത്താവ് തങ്ങൾക്കു വേണ്ടി വരും എന്ന് യഹൂദന്മാർ മുഴുവനും അവർക്ക് നൽകപ്പെട്ട തിരുവെഴുത്തുകളിൽ അടിയുറച്ചു വിശ്വസിച്ചിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ യഹൂദന്മാരുടെ ഇടയിൽ സ്ത്രീയുടെ സന്തതിയായി, അബ്രഹാമ്യ വംശത്തിൽ, യഹൂദ ഗോത്രത്തിൽ, ദാവീദിന്റെ വംശജനായി, ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് അവർക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. സ്തോത്രം. ഒരു കാര്യം പറയാം, ഇപ്പോഴും അവര് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ?
ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട ഒരുവൻ, അഥവാ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ വരുമെന്ന് ഇപ്പോഴും അവര് കാത്തുകൊണ്ടിരിക്കുക. യേശു കർത്താവ് വന്നു, ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് ആമേൻ സ്തോത്രം പിതാവിന്റെ അടുക്കലേക്ക് പോകുവാനിടയായി തീർന്നു. പക്ഷേ ഇപ്പോഴും യഹൂദന്മാർ ഈ വാഗ്ദത്തത്തിനായി കാത്തുകൊണ്ടിരിക്കുക. ഇനി ഒരു ചോദ്യം, അങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരൻ വന്നാൽ ഇനി അവർക്ക് മനസ്സിലാകുമോ? മനസ്സിലാവില്ല. സ്തോത്രം. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. ഇവിടെ ഈ യഹൂദ രാഷ്ട്രം നശിപ്പിക്കപ്പെട്ടു പോയി, അല്ലേ? AD 60 ശേഷം യഹൂദ രാഷ്ട്രം നശിപ്പിക്കപ്പെട്ടു പോയി. സ്തോത്രം. ഈ യഹൂദ രാഷ്ട്രം നശിപ്പിക്കപ്പെട്ടു. സകലതും അവരുടെ ഇടയിൽ നിന്ന്, അഥവാ ആ ചരിത്രവും ആ ഹിസ്റ്റോറിക്കലും ഒക്കെ എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ നിന്ന് പോകാനിടയായി തീർന്നു. എന്ന് വെച്ചാൽ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോ അവിടെ യേശു കർത്താവിന്റെ വംശാവലി പറഞ്ഞു 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 വന്ന് കൃത്യമായി യേശുവിൽ കൊണ്ടുവന്ന് പോയിന്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? ഇനി യേശു കർത്താവ് അങ്ങനെ വരത്തില്ല കേട്ടോ. സ്തോത്രം. അവൻ രണ്ടാമത് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാനാണ് വരുന്നത്. സ്തോത്രം. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി വന്നാൽ ഈ ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട വംശാവലിയെ ഇവർക്ക് കൊണ്ടുവന്ന് പോയിന്റ് ചെയ്യാനുള്ള യാതൊരു സോഴ്സും ഇവരുടെ കയ്യിലില്ല. സ്തോത്രം. മനസ്സിലായോ? യാതൊരു സോഴ്സ് ഇവരുടെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് വെളിപ്പെട്ട് സത്യം വെളിപ്പെട്ട് കിട്ടുന്ന ആ നിമിഷത്തിൽ നമ്മൾ അത് മനസ്സിലാക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് ഒരു പക്ഷേ നമുക്കതിന് സാധിച്ചില്ലെന്ന് വരും കേട്ടോ. സ്തോത്രം. യഹൂദന്മാരെ പോലെ സ്തോത്രം കർത്താവ് വെളിപ്പെട്ടു, കർത്താവ് വന്നു, സ്ത്രീയുടെ സന്തതിയായി വന്നു, ദാവീദിന്റെ സന്തതിയായി വന്നു, അല്ലേ? സ്തോത്രം. യഹൂദാ ഗോത്രത്തിൽ അവൻ വന്നു പിറന്നു. പക്ഷേ ബേത്ലഹേം എഫ്രാത്തെ, നിന്നിൽ നിന്ന് അവൻ ജനിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? പക്ഷേ അതൊക്കെയും അവരുടെ കണ്ണിന്റെ മുമ്പിൽ സംഭവിച്ചിട്ടും അവർക്കതൊന്നും ഏറ്റെടുക്കാൻ കഴിയാതെ പോയി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു കാലത്ത് നമ്മൾ സത്യത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ പിന്നീട് നമുക്കതിന് സാധിച്ചില്ലെന്ന് വരും കേട്ടോ. സ്തോത്രം. ഞാൻ ആ പറഞ്ഞ ഭാഗം പോവുക. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്ക്. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? അവിടെ സ്തോത്രം 2-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത ഒത്തിരി പേർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയാതെ, അത് തിരിച്ചറിയാൻ കഴിയാതെ, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒത്തിരി ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കാണാൻ കഴിയുന്നത് എന്തെന്നറിയാമോ? യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തു ഈ മനുഷ്യ ജഡത്തിൽ വന്നു എന്നുള്ളത്, ആ വചനം ജഡമായി തീർന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ അതെന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം കേട്ടോ. സ്തോത്രം. അപ്പോ യേശുക്രിസ്തു ആരായിരുന്നു? 100% മനുഷ്യനുമായിരുന്നു, 100% ദൈവവുമാണ്. അവൻ കന്യകയിൽ സ്തോത്രം ജനിപ്പാനിടയായി തീർന്നു, അല്ലെ? ഒരു ശിശുവിനെ പോലെ
അവൻ ഈ ഭൂമിയിൽ പിറന്നു. മാത്രമല്ല, അവൻ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശു കർത്താവ് പിന്നെ തൻ്റെ ബുദ്ധിയിൽ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? തൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധിയിൽ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് വരുമ്പോൾ യേശു കർത്താവ് വഴി നടന്ന് ക്ഷീണിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, യേശു കർത്താവ് ക്ഷീണത്താൽ പടകിൽ ഉറങ്ങിപ്പോയതും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി ഭാഗം യേശുവിൻ്റെ മനുഷ്യത്വത്തെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? അവൻ മരിച്ച് അടക്കപ്പെട്ടു, മരിച്ചു, അല്ലെ? ദൈവത്തിന് മരണമുണ്ടോ? ഇല്ല. സ്തോത്രം. അവന്റെ മനുഷ്യത്വത്തിൽ അവൻ മരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവനെ അടക്കി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ ആർക്കെങ്കിലും അടക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവനെ അടക്കി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇവിടെ എല്ലാം യേശു കർത്താവിന്റെ മനുഷ്യത്വത്തെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? അവനെ പിടിച്ചു, അല്ലെ? യേശു കർത്താവിനെ അവര് പിടിച്ചു, യേശു കർത്താവിനെ അടിച്ചു. അവന്റെ കഷ്ടാനുഭവങ്ങളെ മുഴുവനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. കഷ്ടാനുഭവത്തിൽ മുഴുവനും യേശു കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകൾ, അവിടെ എല്ലാം ഒരു മനുഷ്യനെ പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോ യേശു കർത്താവ് ജഡത്തിൽ വന്നു. യേശു കർത്താവ് എന്ത് ചെയ്തു? ജഡത്തിൽ വന്നു. അവൻ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജനിച്ചു, മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ വളർന്നു, മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു, മനുഷ്യനെ പോലെ മരിച്ച് അടക്കപ്പെട്ടു. സ്തോത്രം. അപ്പോ യേശു കർത്താവ് മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി. സ്തോത്രം. മനുഷ്യനെ, പാപിയായ മുഴുവൻ മനുഷ്യവർഗത്തെയും അവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ആ കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി ആ കർത്താവ് എന്ത് ചെയ്തു? കാൽവറിയിൽ യാഗമായി തീർന്നു. സ്തോത്രം. യേശു കർത്താവ്, അല്ലേ? യേശു കർത്താവിനെ നമുക്ക് നോക്കിയാൽ വഴി നടന്ന് ക്ഷീണിച്ചു. സ്തോത്രം. മാത്രമല്ല, യേശു കർത്താവ് സ്നാനമേറ്റു, അല്ലേ? യേശു കർത്താവ് സ്നാനമേറ്റു. സ്തോത്രം. അതെന്തിനു വേണ്ടിയിട്ടാ? യേശു കർത്താവിന് സ്നാനം ഏൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ സ്നാനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണ്? അത് നമുക്കൊരു നല്ല മാതൃക കൂടെയാണ് കാണിച്ചു തരുന്നത്, അല്ലേ? സ്തോത്രം. മാത്രോ യേശു കർത്താവ് സ്തോത്രം പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, യേശു കർത്താവ് പ്രാർത്ഥിച്ചു, അല്ലേ? താൻ രാത്രിയിൽ ഒറ്റയ്ക്ക് മലമുകളിലും സ്തോത്രം ഒക്കെ പ്രാർത്ഥിക്കുന്ന ആ പല ചരിത്രവും നമ്മൾ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾക്കകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിനകത്ത് ഒരു കുഞ്ഞ് ചോദിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടു. സ്തോത്രം. ദൈവം മറ്റൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഇല്ലെങ്കിൽ ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഉള്ള രീതിയിൽ ചോദിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ആ കുഞ്ഞിന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് അത് ചോദിച്ചത്. പക്ഷെ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് ഈ സ്തോത്രം, ഈ ഭൂമിയിൽ മനുഷ്യത്വത്തിൽ ജീവിപ്പാനിടയായി തീർന്നു. സ്തോത്രം. എന്നിട്ടോ പിതാവായ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവത്തോട് താൻ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? യേശു കർത്താവ് ഈ ഭൂമിയിൽ 33.5 കൊല്ലം മനുഷ്യജഡത്തിൽ വസിക്കുമ്പോൾ മാത്രമാണ് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. തൻ്റെ കഴിഞ്ഞകാല നിത്യതയിലോ സ്തോത്രം ഇപ്പോഴോ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല? കാണാൻ സാധിക്കുന്നില്ല. തൻ്റെ മനുഷ്യത്വത്തിലാണ്, അല്ലേ? സ്തോത്രം. യേശു കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണാൻ സാധിക്കുന്നത്. സ്തോത്രം. നമുക്ക് ഇങ്ങനെ അതിനെ പറയാം, മനോഹരമായ നിലയിൽ ഇങ്ങനെ അതിനെ പറയാം. എന്തെന്നറിയാമോ? ദൈവത്വം മനുഷ്യത്വത്തിൽ കൂടാരമടിച്ചു. ഇബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. സ്തോത്രം. അപ്പോ യേശു കർത്താവിനെ ഒരുവൻ മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ,
നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവൻ അവൻ നമ്മെ പോലെ ആകുകയും അവൻ നാം ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുകയും. ആര്? ദൈവം മനുഷ്യനായവൻ. ദൈവം മനുഷ്യനായവൻ എന്താ പറയുന്നേ? സ്തോത്രം. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. സ്തോത്രം. നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന ഒരു രക്ഷകൻ, നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. സ്തോത്രം. ഇവിടെ ഈ ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തൻ്റെ ജഡത്തിലുള്ള ജനനമാണ്, ഇല്ലെങ്കിൽ മനുഷ്യത്വത്തിലുള്ള ആരംഭത്തെ അത്രേ ആ ജനനം എന്ന് പറയുന്നത് കേട്ടോ. മനുഷ്യത്വത്തിലുള്ള ആരംഭത്തെ അത്രേ ആ ജനനം എന്ന് പറയുന്നത്. സ്തോത്രം. ഇനി അടുത്ത ഭാഗം എന്താ പറയുന്നത്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. അവിടെ ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ് കേട്ടോ. യേശു കർത്താവിന്റെ ദൈവത്വം അവിടെ ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ്. സ്തോത്രം. എങ്ങനെയാ പറയുന്നത്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ എന്ത് ചെയ്തു? നിർണയിക്കപ്പെട്ടു. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു കർത്താവിന്റെ ആരംഭം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പല്ല. യേശു കർത്താവിന്റെ ആരംഭം അങ്ങ് നിത്യതയിൽ പിതാവായ ദൈവത്തോടൊപ്പം അവിടുന്ന് നിത്യപുത്രനാണ് കേട്ടോ. നമ്മുടെ കർത്താവ് ആരാണ്? അവൻ നിത്യപുത്രനാണ്. സ്തോത്രം. നമ്മൾ ട്രൈയൂൺ ഗോഡ് അല്ലെ, അവൻ നിത്യപുത്രനാണ്. സ്തോത്രം. അവൻ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നവനാണ്. അവൻ ആദിയിൽ ഉണ്ടായിരുന്നവനാണ്. പിതാവാം ദൈവത്തോടൊപ്പമായിരുന്നവനാണ്. അവൻ ദൈവമായിരുന്നവനാണ് അല്ലെ. സ്തോത്രം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം അല്ലെ. നമ്മുടെ സ്വരൂപത്തിൽ എന്ത് ചെയ്യുക? മനുഷ്യനെ ഉണ്ടാക്കുക അല്ലെ. അപ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പിതാവിനോടൊപ്പം തന്നെ ആരുണ്ടായിരുന്നു? പുത്രനുണ്ടായിരുന്നു. പിതാവിനോടൊപ്പം തന്നെ ആരുണ്ടായിരുന്നു? പുത്രൻ ഉണ്ടായിരുന്നു. സ്തോത്രം. ഇനി അടുത്ത ഭാഗത്തേക്ക് പിന്നീട് മുൻപോട്ട് വരുമ്പോഴാണ് ബാബേൽ ഗോപുരം പണിയുമായി ബന്ധപ്പെട്ട്, ബാബേൽ ഗോപുരം പണിത് അത് കാണുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വരികയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ്? വരുവീൻ നാം അവരുടെ അല്ലെ. സ്തോത്രം. അപ്പോ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ആരാണ്? സർവവ്യാപിയാണ്. ദൈവം ആരാണ്? സർവവ്യാപിയാണ്. അപ്പോ ദൈവത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് മറ്റൊരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് ചലിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? വരുവീൻ നാം ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം സാന്നിധ്യം ദൈവസിംഹാസനത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവസിംഹാസനത്തിൽ അതെന്ത് ചെയ്തിരിക്കുകയാണ്? കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവസിംഹാസനത്തിൽ അതെന്ത് ചെയ്തിരിക്കുകയാണ്? കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെയോ അത് മനുഷ്യനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത്? സ്തോത്രം. അവിടെ നിന്നും വരുന്നു എന്ന ദൃശ്യം ജനം കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്തോത്രം. വരുവീൻ നാം ഇറങ്ങി ചെല്ലുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എല്ലായിടത്തും ഉണ്ട്. അവൻ സർവവ്യാപിയായ ദൈവമാണ്. അവന്റെ സാന്നിധ്യം ദൈവസിംഹാസനത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്? സ്തോത്രം. ദൈവം ഇറങ്ങി വരുന്നു എന്നുള്ള ദൃശ്യം ജനങ്ങൾക്ക് ബോധിക്കത്തക്കവണ്ണം, ജനങ്ങൾക്കത് മനസ്സിലാകത്തക്കവണ്ണമാണ് ആ ഭാഗം അങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്തോത്രം. ഇനി നമ്മളെ പഴയ നിയമത്തിൽ നിന്നൊക്കെ യേശു കർത്താവിന്റെ വെളിപ്പാടിനെ, ഇല്ലെങ്കിൽ യേശു കർത്താവിന്റെ നിത്യത്വത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 110 1-ാം വാക്യത്തിൽ യഹോവ എന്റെ കർത്താവിനോട് അല്ലെ, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പറയുന്ന ഭാഗമുണ്ട് അല്ലെ.
യഹോവ എന്റെ കർത്താവിനോട്, ആരോടാ പറയുന്നത്? സ്തോത്രം, യഹോവ പുത്രനായ ദൈവത്തോടാ പറയുന്നേ. ആരോടാ പറയുന്നേ? യഹോവ പുത്രനായ ദൈവത്തോടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മീഖാ പ്രവചനത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ മീഖാ പ്രവചനം 5:2, മീഖാ പ്രവചനം സ്തോത്രം 5:2 വരുമ്പോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചു അവിടെ എന്താണെന്നറിയാമോ? സ്തോത്രം, ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇനി ആ ഉത്ഭവത്തെ തന്നെ പറയുന്നുണ്ട്, ഉത്ഭവിച്ചു വരുമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. കണ്ടോ, അവന്റെ ഉത്ഭവം എന്താണ്? പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ ജനനം ഇല്ലെങ്കിൽ യേശു കർത്താവിന്റെ സ്തോത്രം ആരംഭം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പല്ല. അവൻ നിത്യതയിൽ പിതാവായ ദൈവത്തോടൊപ്പം നിത്യപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. കേട്ടോ, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. സ്തോത്രം, 1-2 റഫറൻസ് കൂടെ വേണമെങ്കിൽ നിങ്ങളോട് പറയാം. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അല്ലെ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. സ്തോത്രം, യെശയ്യാപ്രവചനം 48:16 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? അവൻ നിത്യനായ ദൈവമാണ്. സ്തോത്രം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സ്തോത്രം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? അവൻ ഈ ഭൂമിയിൽ ജഡത്തിൽ വന്നു. സ്തോത്രം. മാത്രമല്ല, അവന്റെ ഉയർപ്പിനാൽ ദൈവപുത്രൻ എന്നവൻ നിർണയിക്കപ്പെടുകയും ചെയ്യുവാനിടയായി തീർന്നു. മാത്രമോ, സ്തോത്രം, യേശു കർത്താവിന്റെ ജീവിത അനുഭവത്തെ, ആ 3.5 കൊല്ലത്തെ തന്റെ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ യേശു കർത്താവ് ക്ഷീണിച്ച് ഉറങ്ങി, അല്ലേ? സ്തോത്രം, പടകിൽ ക്ഷീണിച്ച് ഉറങ്ങി. സ്തോത്രം. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതും അമർച്ച ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? ഉറങ്ങി എന്നത് തന്റെ മനുഷ്യത്വമാണെങ്കിൽ, ആ ക്ഷീണം എന്നത് ഒരു മനുഷ്യനെ പോലെയാണെങ്കിൽ അടക്കുന്നതും അതിനെ ശാസിക്കുന്നതും അമർച്ച ചെയ്യുന്നതിനും അതിനെ കൺട്രോൾ ചെയ്യുന്നതും തന്റെ ദൈവത്വത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഒരിക്കൽ യേശു കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളോട് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചു. എന്താ? സ്തോത്രം, മനുഷ്യപുത്രനെ ജനം ആരെന്ന് പറയുന്നു? മനുഷ്യപുത്രനെ ജനം ആരെന്ന് പറയുന്നു? സ്തോത്രം. പലരും പല അഭിപ്രായങ്ങൾ പറയാനിടയായി തീർന്നു. ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായം ഇന്നതാണ്, ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായം ഇന്നയാളാണ്. മറ്റൊരു കൂട്ടർ പറയുന്നു അല്ലല്ല, ഇത് സ്തോത്രം ഇന്ന പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതാണ്. അപ്പോ ഇങ്ങനെ നിരവധി സ്തോത്രം സംശയത്തിന്റെ അഭിപ്രായങ്ങൾ നിലകൊണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പത്രോസ് അവിടെ സ്തോത്രം വളരെ ഉറപ്പോടെ പറയുകയാണ്, നീ ആരാണ്? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ എന്ന് പത്രോസ് വളരെ വെളിപ്പാടോടുകൂടെ ഉറപ്പോടുകൂടെ പറയുകയാണ്. നീ ആരാണ്? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവിടെ നോക്കണേ, യേശു കർത്താവ് പത്രോസിന് നേരെ തിരിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിനക്കിത് വെളിപ്പെടുത്തിയത് ആരല്ല, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, നിനക്കിത് വെളിപ്പെടുത്തിയത് പിതാവായ ദൈവമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് സ്തോത്രം പരീശന്മാരും ആളുകളെല്ലാം നിൽക്കെ താൻ പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു, അല്ലെ? ഞാനും പിതാവും ഒന്നാകുന്നു. സ്തോത്രം. മാത്രമോ തന്റെ മുമ്പിലുള്ള ആളുകളോട് പറയുകയാണ്, ആരാണ്? സ്തോത്രം, ഞാൻ അബ്രഹാമിനും മുമ്പേ ഉള്ളവൻ
എന്ന് യേശു കർത്താവ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമോ സ്തോത്രം, തന്റെ ശിഷ്യഗണങ്ങളുമായി മറുരൂപമലയിലിരിക്കുമ്പോൾ അവരുടെ മുൻപാകെ താൻ രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. മാത്രമോ തന്റെ ഉയർപ്പിനാൽ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മൂന്നാം നാൾ താൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേൽപ്പാനിടയായി തീർന്നു. സ്തോത്രം. എന്റെ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പാനിടയായി തീർന്നു. സ്തോത്രം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉയർപ്പിലും തൻ്റെ ജനനം, യേശു കർത്താവിൻ്റെ കന്യകാജനനത്തോടുള്ള ബന്ധത്തിലും എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. മറിയോട് പറയുന്ന അല്ലെ, തന്റെ മുമ്പിൽ വന്ന ദൂതനോട് പറയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. സ്തോത്രം. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. സ്തോത്രം. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ആത്മാവിന്റെ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിന്റെ ഉയർപ്പിലും ആ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, സ്തോത്രം, അവൻ 100% മനുഷ്യനും 100% ദൈവവുമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക്, താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നശിച്ചു പോകുന്ന മനുഷ്യകുലത്തെ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. നമ്മെ എത്രമാത്രം പിതാവ് സ്നേഹിച്ചിരുന്നു എന്നും, ആമേൻ, സ്തോത്രം, അതെ, ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ. തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ എന്ത് ചെയ്തു? സ്നേഹിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കൽ നമ്മിൽ ഒരുവനെ പോലെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് ഒടുവിൽ യഹൂദന്മാരുടെയും റോമൻ ഗവൺമെന്റിന്റെയും അടികൾ ഏൽക്കുകയും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ പച്ച പയന്മര കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് രാത്രിയെങ്കിൽ നമ്മുടെ കണ്ണുകളെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ അറിഞ്ഞ ഈ സുവിശേഷം എത്ര മാഹാത്മ്യമുള്ളതാണ്. ദൈവം മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.